everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 45th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about Section 206AA and Section 234E. And in this lecture, we are going to discuss a problem on deduction of tax at source from salaries. We are going to discuss the question. An employee C would receive the following during the financial year 2019-20. 2019-20 financial year C എന്ന employee റിസീവ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സാലറി ആഫ്റ്റർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹8,67,500. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് ശേഷമുള്ള സാലറി ₹8,67,500. His annual contribution to recognized provident fund is ₹62,000 and he has paid life insurance premium of ₹12,000. He has participated in the unit linked insurance plan 1971 and pays ₹1,000 towards that. എംപ്ലോയി സിയുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള ആനുവൽ കോൺട്രിബ്യൂഷൻ ₹62,000 ആണ്. ആൻഡ് എംപ്ലോയി സി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ₹12,000 പേ ചെയ്തു. ദെൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ 1971 എംപ്ലോയി സി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് ടുവേർഡ്സ് ദാറ്റ് ₹1,000 ആണ് പേ ചെയ്തത്. Compute his total income from salary liable to deduction of tax at source and the amount of tax to be deducted. So, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ടോട്ടൽ ഇൻകം ഫ്രം സാലറി ലയബിൾ ടു ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടോട്ടൽ ഇൻകം ഫ്രം സാലറി, ദെൻ എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ്. ആ ഇൻകത്തിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് ടാക്സ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമ്മൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറീസ് തിയറി ഡിസ്കസ് ചെയ്തതാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് സാലറിയുടെ എമൗണ്ട് ആഫ്റ്റർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹8,67,500. ദെൻ അതിൽ നിന്നും ഡിഡക്ഷൻസ് അലോ ചെയ്യുക. 80C to 80U ആപ്ലിക്കബിൾ ആകുന്ന ഡിഡക്ഷൻസ് അലോ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ RPFലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ പ്രീമിയം ഇത്രയും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഐറ്റംസും 80Cയിൽ വരുന്ന ഡിഡക്ഷനാണ്. ഓക്കെ, നമ്മൾ സാലറി ലയബിൾ ടു ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സും എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡും കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് ഫ്രം സാലറി ഫിനാൻഷ്യൽ ഇയർ 2019-20ലാണ് എംപ്ലോയി സി ഇതെല്ലാം റിസീവ് ചെയ്യുന്നത്. So, this is assessed in the assessment year 2020-21. So, this computation is for the assessment year 2020-21. Salary, questionilundu ₹8,67,500 ആണ്. Then, 80C പ്രകാരമുള്ള deductions ആണുള്ളത്. That is less savings under section 80C. 80Cയിലെ ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ ടു RPF ₹62,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ₹12,000, ദെൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ പ്രീമിയം ₹1,000, ടോട്ടൽ ₹75,000. ₹75,000 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ആണ്. സോ അത് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ദെൻ സാലറി ഇൻകമായ ₹8,67,500 നിന്നും സേവിങ്സ് അണ്ടർ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻസിൻ്റെ ടോട്ടലായ ₹75,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ സാലറി ഇൻകം ലയബിൾ ടു ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഇസ് ₹7,92,500. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാലറി ഇൻകം ലയബിൾ ടു ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് കമ്പ്യൂട്ട് ചെയ്തു. ₹7,92,500 ആണ്. ദെൻ ഈ ഇൻകത്തിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിപ്പോൾ അസസ്മെൻറ്റ് ഇയർ 2020-21 കാൽക്കുലേഷനാണ്. സോ നമ്മൾ 2020-21 അസസ്മെൻറ്റ് ഇയറിൽ ആപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റ്സ് ഡിസ്കസ് ചെയ്തതാണ് തിയറിയിൽ. ഓക്കെ, ടാക്സ് റേറ്റ്സ് സീനിയർ സിറ്റിസണിൻ്റെ കേസിലും സൂപ്പർ സീനിയർ സിറ്റിസണിൻ്റെ കേസിലും അതർ ഇൻഡിവിജ്വൽസിൻ്റെ കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ അതർ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ,
ബിക്കോസ് ക്വസ്റ്റ്യനിൽ സീനിയർ സിറ്റിസൺ എന്നോ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നോ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഏജും തന്നിട്ടില്ല. സോ എംപ്ലോയി സി വരുന്നത് അതർ ഇൻഡിവിജ്വൽസിൻ്റെ കാറ്റഗറിയിലാണ്. സോ അതർ ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റ്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അതർ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ ടാക്സ് റേറ്റ്സ് ഇങ്ങനെയാണ്. ഓൺ ഫസ്റ്റ് റുപ്പീസ് 2,50,000 നിൽ, ഓൺ നെക്സ്റ്റ് റുപ്പീസ് 2,50,000 at the rate 5%, ഓൺ നെക്സ്റ്റ് റുപ്പീസ് 5 lakh at the rate 20%, ഓൺ ദ ബാലൻസ് at the rate 30%. ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത സാലറി ഇൻകം ലയബിൾ ടു ടാക്സ് റിഡക്ഷൻ അറ്റ് സോഴ്സ് ഇസ് ₹7,92,500. അപ്പോൾ ആ 7,92,500 റുപ്പീസിലുള്ള ടാക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന റേറ്റ് അനുസരിച്ച് ടാക്സ് ഓൺ ഫസ്റ്റ് 2,50,000 റുപ്പീസ്, ഫസ്റ്റ് 2,50,000 റുപ്പീസിന് ടാക്സ് ഇല്ല, നിൽ. ദെൻ ടാക്സ് ഓൺ നെക്സ്റ്റ് 2,50,000 റുപ്പീസ്, നെക്സ്റ്റ് 2,50,000 റുപ്പീസിന് at the rate 5% ആണ്. അപ്പോൾ 2,50,000 റുപ്പീസിന് 5% 12,500. ദെൻ നെക്സ്റ്റ് 5 lakh റുപ്പീസിന് 20% ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഉള്ള ഇൻകത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7,92,500 റുപ്പീസ് ആണ്. അതിൽ 2,50,000 ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2,50,000 5% ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ 7,92,500 റുപ്പീസിൽ നിന്നും ഓൾറെഡി ഇപ്പോൾ 5 lakh റുപ്പീസ് പോയി. ഇനി ബാലൻസ് ഉള്ളത് 2,92,500 റുപ്പീസ് ആണ്. ഓക്കെ, ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ്സ് പ്രകാരം നെക്സ്റ്റ് 5 lakh റുപ്പീസിനെ at the rate 20% ആണ് ടാക്സ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ബാലൻസ് ഇൻകം 2,92,500 റുപ്പീസ് ആണുള്ളത്. അപ്പോൾ അതിനെ അടുത്ത റേറ്റായ 20% ടാക്സ് ചെയ്യാം. 2,92,500 റുപ്പീസ് at the rate 20% 58,500 റുപ്പീസ്. സോ ടോട്ടൽ 71,000 റുപ്പീസ്. ദെൻ ആഡ് സർചാർജ്. സർചാർജിൻ്റെ തിയറി നമ്മൾ പഠിച്ചതാണ്. ടോട്ടൽ ഇൻകം 50 lakh റുപ്പീസിനെ എക്സീഡ് ചെയ്യുന്നു, ബട്ട് 1 crore റുപ്പീസിനെ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ സർചാർജ് ഈസ് at the rate 10%. ആൻഡ് ടോട്ടൽ ഇൻകം 1 crore റുപ്പീസിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ സർചാർജ് ഈസ് at the rate 15%. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ടോട്ടൽ ഇൻകം 7,92,500 റുപ്പീസ് ആണ്, വിച്ച് മീൻസ് അത് 50 lakh റുപ്പീസിനെ പോലും എക്സീഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ സർചാർജ് ആപ്ലിക്കബിൾ അല്ല. ദെൻ ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് at the rate 4%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസിൻ്റെയും തിയറി നമ്മൾ പഠിച്ചതാണ്. 4%ലാണ് ആപ്ലിക്കബിൾ ആകുന്നത്. സോ ഇവിടെ സർചാർജ് ഒന്നും ഇല്ലായിരുന്നു. സോ 71,000 തന്നെയാണ് ടോട്ടൽ ഇപ്പോഴും. ആ 71,000ൻ്റെ 4% റുപ്പീസ് 2,840. സോ 71,000നോടൊപ്പം 2,840 കൂടി ആഡ് ചെയ്ത് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് കംസ് ടു റുപ്പീസ് 73,840. ക്ലിയർ? ഇപ്പോൾ ഈ കണ്ടെത്തിയ ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ എ ഇയർ. സോ അത് മന്ത്ലി ആക്കാനായിട്ട് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സിൻ്റെ എമൗണ്ട് ആയ 73,840 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ പെർ മന്ത് ടാക്സബിൾ ആകുന്ന എമൗണ്ട് നമുക്ക് കിട്ടും. ഹെൻസ് മന്ത്ലി ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് റുപ്പീസ് 6,153. Okay. Hope you all understand this problem. Thank you.